ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഡ്രീം ലവർ ഓൺലി മൈ ഡ്രീംസ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് കാൽനട യാത്രക്കാരെ കുറിച്ചാണ്. കാൽനട യാത്രയ്ക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിലെ ഏത് ആക്സിഡൻ്റ് എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ പേര് മരണപ്പെട്ടിരിക്കുന്നത് നടന്നു പോയ ആൾക്കാർ. നമ്മൾ ചിലപ്പോൾ റോങ് സൈഡിൽ നടന്നു പോകുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ, അതായത് പിന്നിൽ നിന്ന് വരുന്ന വണ്ടി കാണാതെ നമ്മളെ ആ വണ്ടി മുട്ടുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ മൂലം ആക്സിഡൻ്റ് ആകുന്നവരുണ്ടാകാം. നടപ്പാതയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ക്രോസ് ചെയ്യുന്നവർക്ക് പറ്റിയതുണ്ടാകാം. വളവിൽ കൂടെ ക്രോസ് ചെയ്തവർക്കുണ്ടാകാം. സിഗ്നലിൽ കൂടെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യം. അടുത്ത ഒരു കാര്യം പറയുമ്പോൾ, വളവ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അപ്പുറത്തോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ വളവിൽ നമുക്ക് യാതൊരു കാരണവശാലും രണ്ട് സൈഡും കാണാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ആ വളവിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് മാറിയാൽ രണ്ട് സൈഡും ഏകദേശം കാണാവുന്ന ഒരു സമയം. ചിലപ്പോൾ എല്ലാ റോഡുകളിലും നടപ്പാതെ കാണണമെന്നില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിൽ കാണത്തില്ല, ചില റോഡുകളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നടപ്പാത ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വളരെ കെയർ ആയിട്ട് രണ്ട് സൈഡും നോക്കിയതിന് ശേഷം മാത്രം കടന്നു പോവുക. രണ്ട് സൈഡ് നോക്കി ആദ്യം അങ്ങോട്ട് നോക്കി പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി എന്ന് വെച്ച് അപ്പുറത്ത് വണ്ടി വരാൻ പാടില്ലെന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പിന്നെയും ഒരു തവണ കൂടെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. വളരെ ശ്രദ്ധിച്ചു. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, വളവിലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം, സിഗ്നൽ ലൈറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ വലിയ വലിയ ജംഗ്ഷനുകളിലെല്ലാം സിഗ്നൽ ലൈറ്റ് ഉണ്ട്. അവിടെയെല്ലാം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ട്. ആ സിഗ്നൽ ലൈറ്റ് വന്നതിന് ശേഷം അത് എവിടം വരെയാണോ കാണിക്കുന്നത് അവിടെ പോയി നിൽക്കുക. ചിലപ്പോൾ റോഡിൻ്റെ പകുതി ക്രോസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അത് കൂടുതലും രണ്ടുവരി പാതകളാണ് ഇപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽ വരുന്നത്. അല്ലാത്ത ഇടങ്ങളിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ നടന്ന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഈ സിഗ്നൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ക്രോസ് ചെയ്യുക. ആ സമയത്ത് ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതും കൂടെ നിങ്ങൾ, ഞാൻ പറയുന്ന, ഗൗരവത്തിൽ എടുത്ത് പറയാനുള്ളത്, നമ്മൾ നടക്കാനായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ വീട്ടിലെ അപ്പച്ചനോ അമ്മച്ചിയോ ഭാര്യയോ മക്കളോ ഒക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാം. ഇത് പറയാനുള്ള കാരണം, നടക്കാൻ പോയി ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അത് കൂടുതലും ഇടതുവശവും കൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരം വെളുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ആയിരിക്കും നമ്മൾ നടക്കാൻ പോകുന്നത്. വണ്ടിയുടെ ലൈറ്റും അതിന് തക്കതായിട്ടുള്ള ഹൈ ബീമൊന്നും അല്ല, ഇപ്പോൾ ലോ ബീമിലായിട്ട് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവർക്ക് തൊട്ടടുത്ത് വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, നടക്കാൻ പോകുന്നവർ കൂടുതലും 2 പേര് 3 പേര് ഒരുമിച്ച് നിന്നിട്ട് നടക്കാൻ പോകരുത്, ദൈവത്തെ ഓർത്ത്. അത് നിങ്ങൾ ഇടതുവശമാണെങ്കിൽ പ്രത്യേകിച്ച്. വലതുവശമാണെങ്കിൽ ചിലപ്പോൾ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടി കണ്ട് നമുക്ക് സൈഡാകാൻ പറ്റും. ഇടതുവശം കൂടെ പോകുന്നവർ അങ്ങനെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, ഇടുന്ന ഡ്രസ്സ്, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ വണ്ടിക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്നെങ്കിൽ ലൈറ്റ് കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറ്, പിന്നെ എന്തെങ്കിലും നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഡ്രസ്സുകളുണ്ട്. അതിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നടക്കാനായിട്ട് പോവുക. എന്നാലും ഞാൻ പറയാണ്, ഇടതുവശം കൂടെ നടക്കരുത്, വലതുവശം ചേർന്ന് നടക്കുക. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മളിവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, നടന്നു പോകുമ്പോൾ ഇടതുവശം കൂടെ മാത്രം നടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ദൂരമാണെങ്കിൽ കൂടി ഇടതുവശം കൂടെ നടന്നു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ അതേപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. സ്കൂൾ പിള്ളേരോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇപ്പോൾ സ്കൂൾ പിള്ളേരോടാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടു, കുറേ അധികം കുട്ടികൾ ഒരുമിച്ച് സൈക്കിളിൽ റോഡിൽ കൂടെ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു വണ്ടി യാദൃശ്യമായിട്ട് കയറി വരുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.